ഇന്നലെ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന നമുക്ക് ആദ്യം കേൾക്കാം. ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും 2 മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. ഇന്നലെ AK ബാലൻ നടത്തിയ ഈ പ്രസ്താവന വലിയ തലത്തിൽ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുകയെന്നും അതോടെ കേരളത്തിൽ മാറാടുകൾ ആവർത്തിക്കുമെന്നുള്ള മുതിർന്ന നേതാവ് AK ബാലന്റെ പ്രസ്താവന അമ്പരപ്പോടെയാണ് കേരളം കേട്ടത്. AK ബാലനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ല എങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. AK ബാലന്റെ പരാമർശം ഗുജറാത്തിൽ സംഘപരിവാർ പയറ്റിയ തന്ത്രമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ബാലന്റെയും വെള്ളാപ്പള്ളിയുടെയും പ്രസ്താവനകൾ കൂട്ടി വായിക്കണം. ബാലന്റെ പ്രസ്താവനയെ ബിനോയ് വിശ്വം പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കാണാം സതീഷിന്റെ പ്രതികരണം. CPM നേതാവ് ശ്രീ AK ബാലൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഒരു തീവ്ര ലൈനിന് സമാനമായ ഒരു ക്യാമ്പയിനാണ്. സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമാണ്. അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ AK ബാലൻ നടത്തിയിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് AK ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും AK ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. BJPയും സംഘപരിവാറും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ CPM ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുകയാണ്. മാറാട് കലാപത്തിന്റെ മുറിവുണക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചതെന്ന് കേരള അമീർ P മുജീബ് റഹ്മാൻ. അന്നത്തെ അമീർ സിദ്ദിഖ് ഹസനാണ് മാറാട് സന്ദർശിച്ച് ഇരുവിഭാഗങ്ങളുമായും ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചത്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവാണ് മാറാട്. BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത കാലത്ത് മാറാടിനെ ആയുധമാക്കാൻ CPM ശ്രമിക്കരുത്. AK ബാലൻ അഭിനവ ഗീബൽസ് ആകരുത് എന്നും P മുജീബ് റഹ്മാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മാറാട്ടേക്ക് മുസ്ലിമിനെ ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന മുസ്ലിം നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം. 2 മണിക്കൂർ അവരുമായി ചെലവഴിച്ചു, സംസാരിച്ചു, അന്തരീക്ഷത്തിന് അയവുവരുത്തി. ശ്രീമാൻ AK ആന്റണി അനുസ്മരണത്തിൽ മാറാട് പ്രശ്നം പരിഹരിക്കുന്നിടത്തുള്ള സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ പങ്കിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കലാപങ്ങൾ നടക്കുന്നിടത്ത് കലാപത്തെ അണക്കാനും മുറിവേറ്റ മനസ്സുകളുടെ വ്രണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ കലാപം ഏതാണ്ട് തകർത്തെറിഞ്ഞ പല പ്രദേശങ്ങളെയും പുനരധിവാസത്തോടുകൂടി സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ വിഭജനാനന്തരമുണ്ടായ ഒരുപാട് കലാപഭൂമികളിൽ ജമാഅത്തെ ഇസ്ലാമി ആ മാനുഷിക സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബൽസ് ആകരുത് എന്നാണ് ഞാൻ പറയാം. അതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മാറാട് എന്ന് പറയുന്നത് മലയാളി മറക്കാൻ ആഗ്രഹിച്ച കറുത്ത അധ്യായമാണ്. മാറാട് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും മുറിവാണ്. ആ മാറാട് കേരളത്തിൽ BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത ഒരു സാഹചര്യത്തിൽ CPM മാറാടിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു, ആ പഴയ മുറിവിൽ വീണ്ടും മുളക് തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി CPMന്റെ ഭാഗത്ത് നിന്ന് സമുന്നതനായ ഒരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുക, അദ്ദേഹം മലയാളികളോട് മാപ്പ് പറയണം, പാലക്കാടുള്ള ജനങ്ങളോട് മാപ്പ്. CPM പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് എന്നാണ് KC വേണുഗോപാൽ ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടത്. തനി വർഗീയതയാണ് AK ബാലന്റെ പ്രസ്താവന. ഉരുടൻ ആനയെ കണ്ട അവസ്ഥയിലാണ് CPM.
കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വിളമ്പുകയാണ് കെ ബാലൻ. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നാണ് KC വേണുഗോപാലിന്റെ ആവശ്യം. ബാലന്റെ ഒരു പ്രസ്താവന ഇന്ന് കണ്ടു. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. AK ബാലൻ നടത്തിയ പ്രസ്താവനയല്ല, AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. എന്ത് പച്ച വർഗീയതയാണ്! തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPM-ന്റെ നേതാക്കന്മാരുടെ സ്ഥിതി. LDF മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഉന്നയിക്കുന്ന കാര്യമാണെങ്കിൽ കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വിളമ്പാൻ വേണ്ടി മാത്രമാണ്. അതേസമയം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ AK ബാലനെ തള്ളുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. UDF ഭരിച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന അഭിപ്രായം മുന്നണിക്കോ പാർട്ടിക്കോ ഇല്ല എന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. AK ബാലൻ പറഞ്ഞത് അത് AK ബാലന്റെ കണക്കുകൂട്ടൽ അനുസരിച്ചായിരിക്കും. വർഗീയക്കെതിരെതിരായ CPM നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് AK ബാലൻ എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. TP രാമകൃഷ്ണന്റെ വാക്കുകൾ: ഞങ്ങളങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. UDF അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല, പിന്നെയല്ലേ ജമായത്ത് ആഭ്യന്തരമേൽക്കുന്ന പ്രശ്നം വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല, CPM-ഉം പറഞ്ഞിട്ടില്ല. പരാമർശം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചില കാൽക്കുലേഷന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. AK ബാലൻ CPM-ന്റെ നിലപാട് വർഗീയതയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ്. ഏതായാലും AK ബാലന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ തലത്തിലുള്ള പ്രതിഷേധം വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. AK ബാലൻ ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്.